കഞ്ഞിയും കപ്പയും യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബേക്കറികളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമാണ്, മിക്സ്ചറാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു വിഭവമാണ് ശരിക്കും മിക്സ്ചർ. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇവിടെ നമ്മൾ കടലമാവ് കൊണ്ടാണ് മിക്സ്ചർ ഉണ്ടാക്കുന്നത്. കടലമാവും അരിപ്പൊടിയും മിക്സ് ചെയ്തിട്ട് മിക്സ്ചർ ഉണ്ടാക്കാം. ഇവിടെ നമ്മൾ കടലമാവ് മാത്രമാണ് എടുക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്. ഇനി വേണ്ടത് കറിവേപ്പില, വെളുത്തുള്ളി, പിന്നെ കായം പൊടിയോ അല്ലെങ്കിൽ കായമോ നമുക്ക് എടുക്കാം. ഇവിടെ കായമാണ് എടുത്തിരിക്കുന്നത്. കായം വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മറ്റ് രണ്ട് പ്രധാന ഘടകങ്ങളാണ് നിലക്കടലയും പൊട്ടുകടലയും. അപ്പോൾ ഇത് രണ്ടും നമ്മൾ എടുക്കുന്നുണ്ട്. കുറച്ച് കടലമാവ് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. നമ്മളത് ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് മാറ്റി വെച്ചിരിക്കുന്നത്. അതായത് ചെറിയ ചെറിയ മണി പോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മിക്സറിൽ. അപ്പോൾ അതിനുവേണ്ടി നമ്മളത് ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ആദ്യം നമ്മൾ കടലമാവ് ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റുകയാണ്, ഇളക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട്. അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം. മുളക് പൊടി കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. അതിനുശേഷം കായം നമ്മൾ മിക്സ് ചെയ്ത വെള്ളം ഒരു സ്പൂൺ നമ്മളതിൽ ചേർക്കുകയാണ്. ഇനി നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തു. അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാം. വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കുറച്ചായിട്ട് വേണം ചേർക്കാൻ. വളരെ ലൂസായി പോകരുത്. അപ്പോൾ മാവ് തയ്യാറായി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ഒരു അച്ചിലേക്ക് മാറ്റാം. നമ്മൾ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കുന്ന അച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ ചെറിയ ഹോളുകളുള്ള ചില്ലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് നിറയ്ക്കാം. അപ്പോൾ നമ്മളിത് ഏകദേശം നിറച്ച് കഴിഞ്ഞു. ഇനി നമുക്കിത് അടയ്ക്കാം. അടച്ചിട്ട് ഇനി നമുക്ക് കുക്കിംഗ് പ്രോസസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഗ്യാസിലാണ് ഉണ്ടാക്കുന്നത്. ഇത് അടുപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇവിടെ നമ്മൾ അലുമിനിയ ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അലുമിനിയ ചട്ടിയേക്കാൾ നല്ലത് ഇരുമ്പ് ചട്ടിയാണ്. ഇരുമ്പ് ചട്ടിയാണെങ്കിൽ എല്ലാ സ്ഥലത്തും ഒരേപോലെ ചൂട് കിട്ടും. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇരുമ്പ് ചട്ടി പ്രിഫർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം അലുമിനിയം ചട്ടിയിൽ ചൂട് വേരി ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മിക്സ്ചർ ചിലപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ചട്ടി ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് ഓയിൽ ഒഴിക്കാം. ഇവിടെ നമ്മൾ ഓയിലാണ് മിക്സ്ചർ ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയിലും നമുക്ക് മിക്സ്ചർ ഉണ്ടാക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ ഓയിലാണ് എടുക്കുന്നത്. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞു. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് നമുക്ക് ഇതിലേക്ക് മെല്ലെ ഒഴിക്കാം. അപ്പോൾ അത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ കട്ട പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരു റൗണ്ട് സർക്കുലർ ഷേപ്പിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് അത് ഒഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി വരുന്നതാണ്. അതുകൊണ്ട് കൂടുതൽ സമയം ഇത് എണ്ണയിൽ വെക്കണം എന്നില്ല. മാക്സിമം ഒരു
2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് ആയി വരുന്നതാണ്. അപ്പോൾ നമ്മുടെ മിക്സ്ചറിൻ്റെ ആദ്യ സ്റ്റേജ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സ്റ്റേജുകളിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്കിനി ബൂന്തിയാണ് അടുത്തതായിട്ട് ഉണ്ടാക്കേണ്ടത്. നമ്മൾ മാറ്റി വെച്ച മാവ് വെള്ളം ചേർത്ത് കുഴച്ചിട്ടുണ്ട്. ഇത് കുഴയ്ക്കുമ്പോൾ നമ്മൾ കുറച്ചൊരു പേസ്റ്റ് പരുവത്തിൽ, വളരെ കുറച്ച് ലൂസായിട്ടുള്ളൊരു പേസ്റ്റ് പരുവത്തിൽ നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് ബൂന്തി ഉണ്ടാക്കാം. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഹോളുകളുള്ള ഒരു തവി നമുക്ക് എടുക്കാം. അതിൽ നമുക്കിതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും താഴെ ചെറിയ ചെറിയ മണികൾ പോലെ എണ്ണയിലേക്ക് ആ മാവ് വീഴുന്നത്. ഇത് പെട്ടെന്ന് തന്നെ ആയി വരും, വെന്ത് വരും. നമുക്കത് കോരിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ബൂന്തി ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതേ എണ്ണയിൽ തന്നെ കറിവേപ്പില വറുത്ത് കോരാം. അടുത്തതായിട്ട് വെളുത്തുള്ളി ഇതുപോലെ തന്നെ വറുത്ത് നമുക്ക് കോരിയെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് നിലക്കടല ഈ എണ്ണയിലേക്ക് ഇടാം. ഇത് പച്ചക്കടലയാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി.
ഇത് നമ്മൾ റോസ്റ്റഡ് കടലയാണ് വാങ്ങിയിട്ടുള്ളത്, എങ്കിലും ചെറുതായിട്ടൊന്ന് ആ എണ്ണയുടെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അതിലിട്ടു എന്നേ ഉള്ളൂ. ഇത് ഇടണമെന്ന് നിർബന്ധമല്ല. റോസ്റ്റഡ് അല്ലാത്ത കടല വാങ്ങുന്നവർ അത് ഇട്ടാൽ മതിയാകും. അതുപോലെ തന്നെ പൊട്ടുകടലയും നമ്മൾ എണ്ണയിൽ ഇടുന്നില്ല, അതങ്ങനെ തന്നെ നമ്മൾ മിക്സ്ചറിൽ ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മിക്സ്ചറിൻ്റെ കുക്കിംഗ് പ്രോസസ്സൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഇൻഗ്രീഡിയൻസിനെ ഒരു മിക്സ്ചർ പരുവത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതിനായിട്ടിത് നന്നായിട്ട് നമുക്ക് കൈകൊണ്ട് പൊടിച്ച് എടുക്കാം. കൂടുതൽ ചെറുതായിട്ട് പൊടിയാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നല്ല രുചിയുള്ള മിക്സ്ചർ തയ്യാറായി കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ട് തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത് അല്ലേ? കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ്. നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ പകുതി പണം പോലും ഇതിന് ചിലവാവില്ല. ഒരുപാട് ഉണ്ടാക്കുകയും ചെയ്യാം. എല്ലാവരും വീട്ടിൽ പരീക്ഷിച്ച് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.